ഹായ് ഗായ്സ്, അപ്പൊ എന്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും ഒരു ഹോൾ വീഡിയോ തന്നെയാണ്. ഇന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്ന് എടുത്തിട്ടുള്ള കുറച്ച് കുർത്തീസും ഒരു കുർത്ത സെറ്റും അതിന്റെ ഒരു ഹോൾ വീഡിയോ ആണ്. കാരണം ഞാൻ എല്ലാ പ്രാവശ്യവും മീഷോ ഫ്ലിപ്കാർട്ട് മിക്സ് ചെയ്തിടാം. അപ്പൊ ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം എന്തായാലും ഒരു സൈറ്റിൽ നിന്ന് തന്നെ മീൻസ് പർച്ചേസ് ചെയ്തിട്ടുള്ള ഹോൾ വീഡിയോ ഇടാം. ഇത് ഇപ്രാവശ്യത്തെ പ്രോഡക്റ്റ് ഞാൻ അങ്ങനെ റിവ്യൂ നോക്കിയിട്ട് ഒന്നും പർച്ചേസ് ചെയ്ത പ്രോഡക്റ്റ് ഒന്നും അല്ല. എല്ലാം എനിക്ക് കണ്ട് ഇഷ്ടപ്പെട്ട് എടുത്ത അഫോർഡബിൾ ആയിട്ടുള്ള കുറച്ച് ഡ്രസ്സാണ്. നമുക്ക് ഡെയിലി വെയർ ആയിട്ടും അത്യാവശ്യം നമുക്ക് ഒരു ഫംഗ്ഷൻ ഇട്ടുകൊണ്ട് പോകാനും അങ്ങനെയൊക്കെ പറ്റുന്ന ഒരു കുറച്ച് കുർത്തീസും ഒരു കുർത്ത സെറ്റും. അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് ഒരു റെഡ് കുർത്തിയാണ്. ഇതിന്റെ റേറ്റ് വന്നിട്ട് എനിക്ക് കിട്ടിയത് 340 ആ റേറ്റിനാണ് ഇട്ടത്. റെഡ് ഒരു ഓറഞ്ച് മിക്സ് ആയിട്ടുള്ള എനിക്കൊന്നൊരു ചുങ്കിടി പ്രിന്റ് ഇല്ലേ, ആ പ്രിന്റാ വന്നേക്കണേ. അപ്പൊ നെക്ക് വന്നിട്ട് റൗണ്ട് വന്നിട്ട് ഇവിടെ ഒരു ചെറിയൊരു വി കട്ടൊക്കെ ഉണ്ട്. അതുപോലെ 3/4 സ്ലീവ് ആണ്. ആ സ്ലീവിന്റെ അറ്റത്ത് ഇതുപോലെ ഒരു ബോർഡർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് നെക്കിലും ഒരു എംബ്രോയിഡറി സ്വീക്കൻസ് വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല കുർത്തിയാണ്. ഇത് വന്നിട്ട് റയോൺ മെറ്റീരിയലൂടെയാണ്. അപ്പൊ അത് തന്നെ ഒരു നല്ല സുഖമുള്ള ഒരു മെറ്റീരിയലാണ്. അപ്പൊ ഇത് സ്ലിറ്റ് ഉള്ള ടോപ്പാണ്. അതായത് 2 ടൈ വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയാണ്. അല്ലെങ്കിൽ നമുക്കിത് ടൈ ചെയ്ത് വെക്കാം, കെട്ടിയിടാം. വെറുതെ 2 ചരട് ഇങ്ങനെ എൻ്റെ അറ്റത്ത് ഇങ്ങനെ ഒരു സംഭവം അങ്ങനെ 2 സൈഡിലും ഉണ്ട്. ഇതാണ് അപ്പൊ ആ കുർത്തി. ഇതിന്റെ ലെങ്ത് വന്നിട്ട് അത്യാവശ്യം ലെങ്ത് ഉള്ള കുർത്തിയാണ്. ഞാൻ എടുക്കുന്ന കുർത്തീസ് ഒക്കെ മീൻസ് കുറച്ച് ലെങ്ത് നോക്കിയിട്ട് തന്നെയാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. അതായത് ഹൈറ്റ് കുറവുള്ളവര് കുറച്ച് ലെങ്ത് ഉള്ള കുർത്തീസ് ഇട്ടാല് കുറച്ച് ഹൈറ്റ് തോന്നിക്കും. അങ്ങനെ എനിക്ക് കുറെ പേര് പറഞ്ഞും ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട്. കുറച്ച് ലെങ്ത് ഉള്ള കുർത്തീസ് ഒക്കെ ഇടുമ്പോൾ കുറച്ച് ഹൈറ്റ് ഉള്ളത് പോലെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ പിന്നെ കൂടുതലും ഡെനിമിന്റെ കൂടെ ജീൻസിന്റെ കൂടെയാണ് ഇപ്പൊ കുർത്തീസ് സ്റ്റൈൽ ചെയ്യുന്നത്. ലെഗിൻസിനോട് സ്റ്റൈൽ ചെയ്യണത് ഭയങ്കര കുറവാണ്. കൂടുതലും ജീൻസിന്റെ കൂടെ തന്നെ കുർത്തീസ് ഒക്കെ പെയർ ചെയ്യാം. നല്ലൊരു കുർത്തിയാണ്. ഈ റേറ്റിന് ഭയങ്കര അഫോർഡബിൾ ആണ്. നമ്മളിപ്പോ ഓഫ്ലൈൻ ആയിട്ട് മേടിക്കാൻ പോവാണെങ്കിൽ നമുക്ക് ഈ റേറ്റിന് ഇത്രയും അടിപൊളി ഒരു കുർത്തി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കിട്ടിയാൽ തന്നെയും ഒരലക്കിന് അത് പോവും. ഇത് റയോൺ മെറ്റീരിയലാണ്. നമുക്ക് ചുരുങ്ങുമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറുതാവുമെന്നോ അങ്ങനെയൊന്നും നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. റയോൺ മെറ്റീരിയൽ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. നല്ല മെറ്റീരിയലാണ്. ഒരുപാട് ചൂടെടുക്കുമൊന്നുമില്ല. പക്ഷെ ഇത് നല്ലൊരു പർച്ചേസ് ആണ്. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു കേട്ടോ. മീൻസ് ഞാൻ റിവ്യൂ നോക്കാണ്ട് എടുത്തിട്ട് ഇത്രയും നല്ലൊരു റേറ്റിന് ഇത്ര അടിപൊളി ഒരു കുർത്തി കിട്ടിയത് ഭയങ്കര അടിപൊളിയാണ്. നല്ല വേർത്തി പ്രോഡക്റ്റ് ആണിത്. അടുത്ത പ്രോഡക്റ്റ് വന്നിട്ട് അതും ഒരു കുർത്തിയാണ്. അതിൽ കാണിച്ചൊരു ബ്ലൂ കളറാണ്. ബ്ലൂ എന്നാണ് എഴുതിയിരുന്നത്, പക്ഷെ ഇത് ബ്ലൂ അല്ല. ഇത് വന്നിട്ടൊരു വയലറ്റ് ഷെയ്ഡാണ്. വയലറ്റിലൊരു വൈറ്റ് സ്ട്രൈപ്സ് ഒക്കെ വന്നിട്ട് ഇതാണ് ആ കുർത്തി. സെയിം ആ കാറ്റലോഗിൽ കണ്ട കളർ തന്നെയാണ് കേട്ടോ. ഇത് അടിപൊളി ഒരു ബ്ലൂ അല്ല, ഇതൊരു വയലറ്റ് കളറാണ്. ഇത് അത്യാവശ്യം ഇങ്ങനെ അങ്ങനെ നമ്മള് ആരും ഇട്ട് കാണാത്തൊരു കളർ എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു കളറാണ്. നല്ല പ്രോഡക്റ്റ് ആയിട്ട് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. ഇതും റയോൺ മെറ്റീരിയലാണ്. അപ്പൊ ഇത് എനിക്ക് കിട്ടിയേക്കണത് 335 ആ റേറ്റിനാട്ടോ എനിക്ക് കിട്ടിയത്. 3/4 സ്ലീവ് ആണ്. സ്ലീവിന്റെ അറ്റത്തൊരു ചെറിയൊരു ബോർഡർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നെക്ക് ഒരു ഇത്തിരി കയറിയ ഒരു റൗണ്ട് നെക്കാണ്. നെക്കിലും ഇതുപോലെ ഒരു വർക്ക് സ്വീക്കൻസ് അല്ല, മീൻസ് ഒരു മിറർ പോലെ പ്ലാസ്റ്റിക്കിന്റെ അങ്ങനത്തെ ഒരു മിറർ വർക്ക് ഒക്കെ വന്നിട്ട് ഇതും അത്യാവശ്യം ലെങ്ത് ഉള്ള ടോപ്പാണ്. സ്ലിറ്റ് ഉണ്ട് ടോപ്പിന്. ഇത് നല്ലൊരു പർച്ചേസാണ്. ഈ റേഞ്ച് 335-ന് ഇത് ഭയങ്കര വേർത്ത് ആണെന്ന് ഞാൻ പറയുള്ളൂ. അത്രയും അടിപൊളി ടോപ്പാണ്. ഒരു രക്ഷയില്ല. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. ഈ കളറ് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു കേട്ടോ. അടിപൊളി കളറാണ്. ഇത് ബാക്ക് ഇങ്ങനെ കയറിയ നെക്കൊക്കെ ആയിട്ട് അടിപൊളി പർച്ചേസാണ്. അപ്പൊ അടുത്തതാണ് ഞാൻ പറഞ്ഞ കുർത്ത സെറ്റ്. ഇതാണ് ആ കുർത്ത സെറ്റ്. ഒരു ബേബി പിങ്ക് ആ കളറാട്ടോ. ഇതും വന്നിട്ട് റയോൺ മെറ്റീരിയൽ തന്നെയാണ്. അതിന്റെ ടോപ്പ് ഇതാണ് അതിന്റെ ടോപ്പ്. അയ്യോ ഗായ്സ്, നല്ല ഭംഗിയുണ്ട് കേട്ടോ. മീൻസ് പിങ്കില് റെഡ് ഓറഞ്ച് ഒരു ഫ്ലോറൽ വർക്കൊക്കെ വന്നിട്ട് നല്ലൊരു ടോപ്പാണ്. റൗണ്ട് നെക്കാണ്. ആ ടോപ്പിലൊക്കെ കണ്ടതുപോലെ തന്നെ ഇവിടെ ഒരു വർക്കൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ സ്ലീവ് 3/4 ആണ്. സ്ലീവിന്റെ അറ്റത്ത് ബോർഡർ ഒന്നുമില്ല, പ്ലെയിൻ സ്ലീവാണ്. ആ സെയിം പ്രിന്റ് മാത്രമേ വന്നിട്ടുള്ളൂ. ഇതിനും അത്യാവശ്യം ലെങ്ത് ഉണ്ട്. ഇതെനിക്ക് കിട്ടിയത് 580 റേഞ്ചിലാണ്. ഇപ്പൊ അതിന്റെ റേറ്റ് കൂടിയോന്ന് അറിയില്ല. ഞാൻ എടുത്തപ്പോ ഇത് 580 ആ റേറ്റ് ആട്ടോ. പിന്നെ ഇത് സ്ലിറ്റ് ടോപ്പാണ്. സ്ലിറ്റ് ഇല്ലാത്ത ടോപ്പല്ല, സ്ലിറ്റ് ഉള്ള ടോപ്പാണ്. ഇതും ആ റേറ്റിന് ഭയങ്കര എന്താ പറയാ വേർത്ത് പ്രോഡക്റ്റ് ആണ്. മീൻസ് നമുക്ക് എന്തായാലും കുർത്ത സെറ്റ് നമ്മളിപ്പോ മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്യുവാണെങ്കിലൊന്നും നമുക്ക് ആ റേറ്റിന് കിട്ടാൻ പോണില്ല. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ഇത് ഭയങ്കര അടിപൊളി പ്രോഡക്റ്റ് ആണ്. അപ്പൊ ഇതിന്റെ പാന്റ് നമുക്ക് നോക്കാം.
പാന്റും റയോൺ മെറ്റീരിയൽ തന്നെയാണ്, ടോപ്പും റയോൺ ആണ്. പാന്റ് ദേ ഒരു പെലാസോ, ഒരു സെമി പെലാസോ എന്നൊക്കെ പറയാം, അതുപോലത്തെ ഒരു പാന്റ്. പാന്റിന് പോക്കറ്റ് ഒക്കെ ഉണ്ട്. ഒരു സൈഡിലെ പോക്കറ്റ് ഉള്ളൂ. ഇത് ഞാൻ എടുത്തിട്ടുള്ള സൈസ് ലാർജ് ആണ്. എല്ലാം ഞാൻ ലാർജ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു പിങ്ക്, നല്ല പ്ലെയിൻ പാന്റ്, പ്ലെയിൻ ആണ്. ഇത് നല്ല പാന്റാണ്. നല്ല അത്യാവശ്യം ഈ റേറ്റിനുള്ള ക്വാളിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ. ഈ റേറ്റിനെക്കാളും ക്വാളിറ്റി ഉണ്ടെന്ന് തന്നെ പറയാം. പിന്നെ ഇതാണ് ഷോള് വന്നിട്ട് പ്ലെയിൻ ആണ്. പക്ഷെ ഷോൾ എനിക്ക് തോന്നുന്നു കോട്ടൺ മെറ്റീരിയൽ ആണെന്നു. ഇത് റയോൺ മെറ്റീരിയൽ അല്ല. ഷോളിന് അങ്ങനെ ഒരുപാട് നീളവും ഇല്ല, എന്നാൽ ഒരുപാട് നീളക്കുറവൊന്നും പറയാൻ പറ്റില്ല. ഒരു അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു നീളമൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ടോപ്പ് ഇത്രയും വർക്കുകളുണ്ട്. ഷോൾ പ്ലെയിൻ ആയാലും വലിയ പ്രശ്നമില്ല. നല്ല ഭംഗിയുണ്ട്. ഷോൾ ഇല്ലാതെ നമുക്ക് വേണമെങ്കിൽ അത് ഇടാം, നല്ല ഭംഗി. ഇപ്പം ഷോൾ ഇല്ലാത്ത കുർത്ത സെറ്റൊക്കെ അല്ലേ, ഷോളോടെ ഇടാം, നമുക്ക് വേണമെങ്കിൽ ഷോൾ ഇല്ലാതെ ഇടാം. പക്ഷെ ഈ റേറ്റിന് ഭയങ്കര വേർത്താണ്. അടുത്തതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇത് ഞാൻ റിവ്യൂ നോക്കിയെടുത്ത പ്രോഡക്റ്റ് ഒന്നും അല്ല കേട്ടോ. ഇതും റിവ്യൂ ഒന്നും നോക്കാണ്ട് എടുത്ത്. അപ്പൊ ഞാൻ സത്യം ഇപ്പൊ അൺബോക്സ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഇതെല്ലാം പൊളിച്ച് നോക്കിയിട്ടുണ്ട്. റിവ്യൂ നോക്കി എടുക്കാത്തത് കൊണ്ട് ഇത് കൈ കിട്ടുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. അതറിയാൻ വേണ്ടിയിട്ട് ഞാനിത് ഓൾറെഡി പൊളിച്ച് ഇതിന്റെ ക്വാളിറ്റി ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ടോപ്പ് ഇതാണ്. എന്താണെന്നറിയില്ല, നല്ല ഭംഗിയുണ്ട്. നമുക്ക് ഭയങ്കര ഇതുമല്ല. എന്നാൽ ഇതിന്റെ റേറ്റ് വന്നിട്ട് 345 ആ റേറ്റിനാണ് എനിക്ക് കിട്ടിയത്. ഇപ്പൊ തന്നെ റേറ്റ് കൂടിയൊന്നും അറിയില്ല, പക്ഷെ എനിക്ക് കിട്ടിയ റേറ്റ് 345 ആണ്. ഇത് വന്നിട്ട് ഓഫ് വൈറ്റില് ഒരു യെല്ലോ പ്രിന്റും ബ്ലൂ പ്രിന്റ് ഒക്കെ വന്നിട്ട് നെക്കിൽ ഇതുപോലെ ഒരു മിറർ വർക്കും, അതുപോലെ തന്നെ 3/4 സ്ലീവ് ആണ്. സ്ലീവിൽ ഇവിടെ ആയിട്ട് ചെറിയൊരു സംഭവം കൊടുത്തിട്ടുണ്ട്. ഇത് ഒറിജിനൽ മിറർ അല്ല, ഒരു ടൈപ്പ് പ്ലാസ്റ്റിക് പോലത്തെ ഒരു സംഭവം. ഇതും ലാർജ് സൈസ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ലാർജ് ആണെങ്കിൽ എനിക്ക് തോന്നുന്നു എനിക്ക് കുറച്ച് വലുതായിരിക്കും. ഇതിപ്പോ എല്ലാം ഓവർ സൈസ്ഡ് മീൻസ് ഡ്രസ്സൊക്കെ ആണല്ലോ ട്രെൻഡ്. എനിക്കും കുറച്ച് തീരെ ടൈറ്റ് ആയിട്ട് ഇട്ടുന്ന ടോപ്പ് ഇപ്പം ഇഷ്ടമല്ല. എനിക്കിപ്പോൾ ഇത്തിരി കുറച്ച് ലൂസായിട്ട് കിടക്കുന്ന അങ്ങനത്തെ ലൂസ് ഫിറ്റ് സാധനങ്ങളോടാണ് എനിക്കിപ്പോൾ കൂടുതലും താല്പര്യം. ഇത് പക്ഷേ രക്ഷയില്ലാത്ത പ്രോഡക്റ്റ് ആണ് ഗൈസ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ല ഭംഗിയുണ്ട്. ഇത് അത്യാവശ്യം നമുക്ക് കോളേജിലും ഡെയിലി വെയർ ആയിട്ട് അലക്കി കഴിഞ്ഞാൽ ഒന്നും പറ്റില്ല. ഇത് റയോൺ മെറ്റീരിയൽ ആണ്. ഇത് അലക്കിയാലൊന്നും ഒന്നും പറ്റില്ല, ചുരുങ്ങത്തൊന്നുമില്ല. നല്ല പ്രോഡക്റ്റ് ആണ്, രക്ഷയില്ല കേട്ടോ. ഇതിനും അത്യാവശ്യം ലെങ്ത് ഉണ്ട്. ഇപ്പോൾ ഉള്ള ടോപ്പിനൊക്കെ അല്ല കുർത്തീസിനൊക്കെ നല്ല ലെങ്ത് ഉണ്ട്, അതുകൊണ്ട് തന്നെ ഇതിന് നല്ല ലെങ്ത് ഉണ്ട്. ഇതൊരു അടിപൊളി പ്രോഡക്റ്റ് ആണ്. ഈ റേറ്റിന് ഭയങ്കര വർത്താണ് കേട്ടോ പ്രോഡക്റ്റ്. നല്ല ഭംഗിയുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. അപ്പൊ നമുക്ക് അടുത്ത പ്രോഡക്റ്റ് എന്താ നോക്കാം. അടുത്തൊരു കുർത്തി തന്നെയാണ്. ഞാൻ ആകെ ഒരു കുർത്ത സെറ്റ് മാത്രമേ എടുത്തുള്ളൂ, ബാക്കിയെല്ലാം കുർത്തീസാണ്. ഇത് വന്നിട്ടൊരു ഡാർക്ക് പിങ്ക്, ഒരു മെജന്ത ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു പ്രിന്റഡ് കുർത്തിയാണ്. ഇത് രക്ഷയില്ല. ഇത് ഒരു കോട്ടൺ ബ്ലെൻഡ് ആണ്. ഇത് കുറച്ച് സീത്രൂ ആണ്. ഇതുവരെ കണ്ടതിൽ വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ച് സീത്രൂ ആണ്. പക്ഷെ എന്നാലും ഡാർക്ക് ഷെയ്ഡ് ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു വലിയ ഭയങ്കരമായിട്ട് ഇങ്ങനെ കാണില്ല, നിഴലടിക്കില്ല എന്ന് തോന്നുന്നു. ഇതിന് 3/4 സ്ലീവ് ആണ്. സ്ലീവിൽ ഇങ്ങനെ പ്രിന്റ് മാത്രമേ ഉള്ളൂ, ബോർഡറും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഒരു റൗണ്ട് നെക്കാണ്. നെക്കിന്റെ ഭാഗത്ത് ഇതുപോലത്തെ ഒരു വർക്കും, ഇവിടെ ഒരു സംഭവം ഇങ്ങനെ രണ്ട് തൈ ഇങ്ങനെ കിടപ്പുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതും ഞാൻ ലാർജ് സൈസാണ് എടുത്തേക്കണേ. ഇതും നല്ലൊരു പർച്ചേസ് തന്നെയാണ്. ഈ റേറ്റിന് ഈ പ്രോഡക്റ്റ് എല്ലാം ഭയങ്കര വേർത്താണ്. എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത പ്രോഡക്റ്റ് ആണ്. ഒരു രക്ഷയില്ല, എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു ഈ ടോപ്പ്. ഇത് നമുക്ക് അത്യാവശ്യം ഫംഗ്ഷൻ ഒക്കെ ഇട്ടിട്ട് പോവാം. അതുപോലെ തന്നെ നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാം. അലക്കിയാലൊന്നും ഈ പ്രിന്റ് ഒന്നും പോകും തോന്നണില്ല. അത്രയും നല്ല ടോപ്പാണ്, നല്ല ഭംഗിയുണ്ട് കേട്ടോ. അടുത്ത പ്രോഡക്റ്റ് ഒരു കോട്ടൺ ഒരു കുർത്തിയാണ്. ഇത് വന്നിട്ട് ഈ കുർത്തി നിങ്ങൾ അത്യാവശ്യം കുറെ പേരൊക്കെ ഇട്ട് കണ്ടിട്ടുണ്ടാവും. ഞാൻ ഈ ടോപ്പ് അങ്ങനെ തന്നെയാണ് കേട്ടോ വാങ്ങിച്ചത്, കുറെ പേര് ഇട്ടിട്ട് അങ്ങനെ. ഇതൊരു പ്യുവർ കോട്ടൺ ടോപ്പാട്ടോ. ഇതെനിക്ക് കിട്ടിയത് വെറും 265 ആ റേറ്റിനാണ് കേട്ടോ എനിക്ക് ഈ ടോപ്പ് കിട്ടിയിട്ടുള്ളത്. ഇത് വന്നിട്ട് ഒരു സ്ലീവ്ലെസ് ടോപ്പാണ്. സ്ലിറ്റ് ഉണ്ട് ടോപ്പില്, സ്ലിറ്റ് ഉണ്ട്. പിന്നെ വീനെക്കാണ് ടോപ്പ്. വീനെക്ക് ആണെങ്കിൽ ഇവിടെ ചെറിയൊരു കർവ് വന്നിട്ടുണ്ട്. അടിപൊളി ടോപ്പാണ്. ഇത് ഡെനിമിന്റെ കൂടെയൊക്കെ പെയർ ചെയ്ത് നല്ല ഭംഗിയുണ്ടാവും. പിന്നെ വൈറ്റ് ലെഗിങ്സിന്റെ കൂടെയോ വൈറ്റ് പെലാസിന്റെ കൂടെയൊക്കെ നല്ല ഭംഗിയുണ്ടാവും. ഇതിലൊരു താമരപ്പൂവും അങ്ങനെയൊക്കെ കുറെ ഇലയും പൂവും അങ്ങനെയൊക്കെ വന്നിട്ടുള്ള യെല്ലോയില് വൈറ്റ് പ്രിന്റ് വന്നിട്ടുള്ള ടോപ്പാണ്. ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും പ്യുവർ കോട്ടൺ ആണ്. ഇതിടാൻ നല്ല സുഖം ഉണ്ടാവും തോന്നുന്നു കണ്ടിട്ട് തന്നെ. ഇത് പക്ഷെ കുറെ പേര് ഇട്ട് കണ്ട് അങ്ങനെ തന്നെ മേടിച്ച ടോപ്പാട്ടോ. നല്ല ഭംഗിയുള്ള ഒരു ടോപ്പ്, ഒരു രക്ഷയില്ലാന്ന് തന്നെ പറയാം. കാണാൻ പറ്റുന്നോന്നറിയില്ല, നല്ല പ്രിന്റും അത്യാവശ്യം ലെങ്ത് ഒക്കെ ഉള്ള ഒരു ടോപ്പാണ്. ഇത് ബാക്ക് കുറച്ച് കയറിയ നെക്കും ഒക്കെ ആയിട്ട് രക്ഷയില്ല, നല്ല ടോപ്പാണ്. ഈ 6 പ്രോഡക്ട്സ് ആണ് ഞാൻ ഇന്ന് ഹോൾ വീഡിയോക്ക് വേണ്ടി വാങ്ങിച്ചത്. അപ്പോ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കണം എന്നുണ്ടാവും, പക്ഷെ അതിന്റെ
എന്താ അത് വരുമ്പോ എങ്ങനെ ഉണ്ടാവും, വന്നു കഴിഞ്ഞാൽ പണി കിട്ടുമോ, അങ്ങനെയൊക്കെ ഒരുപാട് പേര് ചിന്തിച്ച് പലതും വാങ്ങിക്കാണ്ടിരിക്കുന്നവരുണ്ടാവും പ്രോഡക്ട്സ്. മീൻസ് എക്സ്പെഷ്യലി മീഷോ അങ്ങനെയൊക്കെ. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ അത് വാങ്ങിച്ചിട്ട് ഒരാൾ വാങ്ങിച്ച് കണ്ടാൽ അത് എങ്ങനെ ഉണ്ടാവും എന്ന് അറിയാൻ താല്പര്യം ഉണ്ടാവും. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് കമന്റ് ചെയ്യോ അല്ലെങ്കിൽ ഇൻസ്റ്റയിലോ എന്തെങ്കിലും DM ചെയ്യോ ചെയ്താൽ ഞാൻ ആ പ്രോഡക്റ്റ് വാങ്ങിച്ച് നിങ്ങൾക്ക് റിവ്യൂ ഒരു ഹോൾ വീഡിയോ ആയിട്ട് ഞാൻ ഇടുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്കും കൂടെ വാങ്ങിക്കാൻ കുറച്ചും കൂടെ എളുപ്പമുണ്ടാവും. ഞാനും പണ്ട് ചിന്തിച്ചിട്ടുണ്ട്, ഞാൻ അങ്ങനെ വീഡിയോ കൊണ്ട് കുറെ പ്രോഡക്ട്സ് വാങ്ങിച്ചിട്ടുമുണ്ട്. അപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ കിട്ടിയത്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ട്, വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി. അപ്പൊ ഞാൻ അത് പർച്ചേസ് ചെയ്തിട്ട് ഞാൻ വീഡിയോ ഒക്കെ ഇടാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പവും അത് വാങ്ങിക്കാൻ. പിന്നെ എന്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എന്റെ വീഡിയോ കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യുക, എന്റെ വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതിലും അടിപൊളി ഒരു ഹോൾ വീഡിയോ അല്ലെങ്കിൽ എന്റെ ഒരു ഡെയിലി വ്ളോഗോ അങ്ങനെ എന്തെങ്കിലും ഒരു വീഡിയോ അടുത്ത് അത്രയും പെട്ടെന്ന് കാണാം. ബൈ.